ഹായ്, സാംസങ് 2023 ഫോണുകൾ ഇറക്കി തുടങ്ങുകയാണ്. A14 എന്ന ഫോണാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് പുതിയ ലോഞ്ചാണ്. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ആ ഒരു ക്യാമറ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. മാത്രമല്ല നല്ല ഗുഡ് ക്വാളിറ്റി ക്യാമറയും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈ ഫോണിൻ്റെ പേര് ഗാലക്സി A14 5G എന്നാണ്. എ സീരീസ് ഫോണാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഓഫ്ലൈൻ ഫോണാണ്. ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില ഇത്തിരി കൂടി നിൽക്കുന്നുള്ള കാര്യം കൂടി അറിയുക. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുക, ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. 2 ബോക്സുകളാണ് അവർ നമുക്ക് അയച്ചു വന്നിരിക്കുന്നത്. അതായത് 2 കളറുകളാണെന്ന സാരം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു ബോക്സ് കൂടി എക്സ്ട്രാ മുകളിൽ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് ഡോക്യുമെന്റേഷൻ, സിം ടൂൾ, അതേപോലെ ചാർജിങ് കേബിൾ, ചാർജർ വരുന്നില്ല. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗാലക്സി സിഗ്നേച്ചർ ഡിസൈൻ എന്നൊക്കെ പറയുന്ന സാംസങ്ങിന്റെ ഒരു ഡിസൈനാണ് അവർ ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലേക്ക് ഒരു ക്യാമറ അലൈൻമെന്റ് ഒക്കെ കണ്ടോ, ആ ഒരു സംഭവമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡിൽ ഒരു പാറ്റേൺ, ലേസർ പാറ്റേൺ ഡിസൈൻ ആണ്. അതായത് അങ്ങനെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. 9.1 mm ആണ് ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. 205 ഗ്രാമാണ് വെയിറ്റ്. സോ ഹെവി വെയിറ്റ് എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരു വല്ലാണ്ട് ലേറ്റ് വെയിറ്റ് ഒന്നും പറയാനില്ല. താഴെ സ്പീക്കറിൽ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5 mm ജാക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. മെമ്മറി കാർഡിൽ 1 TB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, അതേപോലെ സാംസങ് ബ്രാൻഡിംഗ്. ഫ്രണ്ടിൽ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ. ഇതാണ് ഫോണിന്റെ ഒരു ഓവർവ്യൂ. A14 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മൊത്തത്തിൽ 3 കളറിലാണ് ഈ ഫോൺ വരുന്നത്. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് റെഡ്, അതേപോലെ തന്നെ ബ്ലാക്ക്. നമ്മുടെ കയ്യിൽ റെഡും ബ്ലാക്കും ഉണ്ട്. ഇതിന്റെ ബാറ്ററി 5000 mAh ആണ്. ഞാൻ പറഞ്ഞ പോലെ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത്. 2 days ബാറ്ററി ലൈഫ് ഒക്കെയാണ് അവർ പറയുന്നത്. അത്യാവശ്യം ബാറ്ററി ലൈഫ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ 5G ഫോണാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നോക്കാം. Exynos 1330 എന്ന പ്രൊസസ്സറാണ് വരുന്നത്. One UI 5.0, Android 13 ബേസ്ഡ് ആണ് വരുന്നത്. 4GB RAM, 64GB, അതേപോലെ 6GB RAM, 128GB, 8GB RAM, 128GB, അങ്ങനെ 3 വേരിയന്റുകൾ വരുന്നുണ്ട്. റാമിൽ RAM പ്ലസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ കുറച്ചും കൂടി സ്റ്റോറേജിന് ആഡ് ചെയ്ത് റാം ഒക്കെ കൂട്ടി ഉപയോഗിക്കാൻ സാധിക്കും. അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ ഇട്ടാലും കളിക്കാം. ഇവിടെ ടെമ്പിൾ റൺ ഒക്കെ കളിക്കുന്നത് കാണാം. നോർമൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഭയങ്കര സ്മൂത്ത്, അപ്പൊടി അടിപൊളി അങ്ങനെയൊന്നുമല്ല. ഒരു നൈസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലുള്ള ഒരു പെർഫോമൻസ് അത്യാവശ്യം നോർമൽ യൂസിന് നന്നായിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ സെക്യൂരിറ്റി ഫീച്ചറുകൾ, ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 13 വരുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 13 to 14, 15 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ട്. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഇതിൻ്റെ ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈവസി പരമായ ഫീച്ചറുകൾ, പ്രൈവസി ഇൻഡിക്കേറ്റേഴ്സ്, ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സിഗ്നൽ കാണിക്കും. അതേപോലെ മൈക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സിഗ്നൽ കാണിക്കും. പ്രൈവസി ഡാഷ്ബോർഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെറ്റപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ സേഫായി, സെക്യൂറായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. 4 വർഷം വരെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉണ്ടല്ലോ. സോ അങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. വലിയ അപാകതകളൊന്നും പറയാനില്ല. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. A13 അത് 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയായിരുന്നു. സോ അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു അപ്ഗ്രേഡ് വേണമെങ്കിൽ ഈ ഫോണിലേക്ക് തീർച്ചയായിട്ടും നോക്കാം. 13 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. ഇമേജുകൾ നിങ്ങളിവിടെ കാണുന്ന പോലെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഇമേജുകൾ കിട്ടുന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ ഞാൻ എടുത്തുള്ള ഇമേജുകൾ, ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ എടുത്തുള്ള ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു സെൽഫി വീഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത് സെൽഫി ക്യാമറ നമുക്ക് ഫുൾ HD 30 FPS ആണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഈവനിങ് ടൈമാണ്, ഒരു 5:30 ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ഒരു ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. ബട്ട് എങ്കിലും ക്വാളിറ്റി നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും സ്റ്റെബിലൈസേഷനൊക്കെ അവിടെ കാണാം. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയ വീഡിയോ തന്നെയാണ് കിട്ടുന്നത്. വലിയ ഇഷ്യൂ ഒന്നും കാണാനില്ല. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറും ഡെപ്ത് സെൻസറും വെച്ചിട്ടുണ്ട്. അത് എണ്ണം തേക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും മെയിൻ ക്യാമറ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി തരുന്നുണ്ട്. ഫുൾ HD ആണ്, 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഉള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുകളിൽ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്കിത് മതിയോ, അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും ഈ കാണുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇമേജുകൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇത് മാച്ച് ആവുമോ എന്ന് നോക്കുക. എന്തായാലും നല്ല ക്വാളിറ്റിയാണ്, വലിയ കുഴപ്പമില്ല ഈ ഒരു ഇമേജുകൾ കാണുമ്പോൾ. സോ മൊത്തത്തിൽ സാംസങ്ങിൻ്റെ A14 ക്യാമറ സാമ്പിളുകളാണ് നമ്മളവിടെ കണ്ടത്. വലിയ തിരക്കേടില്ലാത്ത ഇമേജുകളൊന്നും വീഡിയോ ക്വാളിറ്റി എന്നും നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇതിന്റെ ഡിസ്പ്ലേ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ 90 Hz LCD ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ AMOLED ഡിസ്പ്ലേ നമ്മളിവിടെ തീർച്ചയായിട്ടും മിസ് ചെയ്യും. നോച്ചും ബെസിൽസും ഒക്കെ ഇച്ചിരി കൂടുതലാണ്, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇതൊരു A സീരീസ് ഫോണാണ്, ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുക. ആ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് താല്പര്യമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ മതി. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ലെവൽ 480 nits ആണ്. അതായത് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഒരു ശരാശരി നിലവാരമേ ഡിസ്പ്ലേക്കുള്ളൂ. പക്ഷേ ഇൻഡോറിൽ നമ്മൾ അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നിങ്ങളിവിടെ കാണുന്ന പോലെ യൂട്യൂബിലൊക്കെ ഫുൾ HD വരെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുക. പക്ഷേ അത് ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ
കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റിയൊക്കെ ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ വീടിനകത്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്കെയാണ്, ഒന്നും പറയാനില്ല, കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ എന്ന് പറയാം. പക്ഷേ പുറത്ത് പോകുമ്പോൾ അത്ര ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഓർത്ത് വെക്കാം. സോ അപ്പോൾ ഇത്രയുമാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്ത് വില വരും ഈ ഒരു ഫോണിന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേക്കും ഇതിന്റെ വില അറിയില്ല, ഒരു 15,000 രൂപ താഴെയൊക്കെ ഒരു ഓഫറിലൊക്കെ വിത്ത് ഓഫറൊക്കെ അടക്കം എങ്ങനെ പോയാലും 15,000 രൂപ താഴെ എത്തുകയാണെങ്കിൽ ഒരു A സീരീസ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കൂ, ഇത്തരം ഫോണെ എടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വേണമെങ്കിൽ ഓക്കെ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. 1500-ലധികം ടച്ച് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സർവീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ സാംസങ്ങിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ബെറ്ററായ സർവീസും കാര്യങ്ങളൊക്കെ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.